കോളേജിന് സമീപത്ത് വെച്ച് പോലീസ് ഈ പ്രതിഷേധ മാർച്ച് തടഞ്ഞു. ഈ തടഞ്ഞ സമയത്താണ് പോലീസുമായി നേരിയ തോതിലുള്ള ഉന്തും തള്ളുമൊക്കെ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്തണമെന്ന ആവശ്യം പോലീസ് നിരസ്കരിച്ചതോടുകൂടി റോഡിൽ മന്നത്ത് പത്മനാഭന്റെ ചിത്രം വെച്ച് അതിൽ പുഷ്പാർച്ചന നടത്തിയാണ് പ്രതിഷേധം അവസാനിപ്പിച്ച് ഈ പ്രതിഷേധിച്ച ആളുകൾ മടങ്ങിയിട്ടുള്ളതും. ഈ പ്രതിഷേധം തുടങ്ങുന്ന സമയത്തും ഒരു സംഭവം ഉണ്ടായത് ഈ പ്രാദേശികമായി പെരുന്നയിലുള്ള NSSന്റെ അംഗങ്ങളടക്കമുള്ള ഒരു വിഭാഗം ആളുകൾ ഈ പ്രതിഷേധ മാർച്ച് തടയാൻ ഒരു ശ്രമം നടത്തി. റോഡിലൂടെ വന്ന പ്രതിഷേധ മാർച്ചിന് മുമ്പിൽ നിന്നുകൊണ്ട് ഇത് തടയുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അങ്ങനെ ആദ്യഘട്ടത്തിൽ ഈ മോചനയാത്ര തടഞ്ഞ NSS പ്രവർത്തകരെ ആദ്യം പോലീസ് പിടിച്ചു മാറ്റി ജീപ്പിലേക്ക് കയറ്റാനുള്ള ശ്രമം നടത്തി. അവരും പോലീസുമായി നേരിയ തോതിൽ വാക്കേറ്റം ഉണ്ടായതിനെ തുടർന്ന് രണ്ടുപേരെയും പോലീസ് പൂർണ്ണമായും വിടുകയായിരുന്നു. അതിനുശേഷം NSS ഹിന്ദു കോളേജിന് സമീപത്ത് വെച്ച് ഇങ്ങനെ റോഡിൽ വെച്ച് മന്നത്ത് പത്മനാഭന്റെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി പ്രതിഷേധം അവസാനിപ്പിച്ച് മടങ്ങിയിരിക്കുകയാണ്. ഏതായാലും സംസ്ഥാന വ്യാപകമായി തന്നെ പലയിടത്തും NSS ജനറൽ സെക്രട്ടറിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധം NSSനുള്ളിൽ തന്നെ പുകയുന്നു. അത് കൂടുതൽ പുറത്തേക്ക് വരുന്നത് സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ ഉയരുമ്പോൾ അതിൽ മൗനം പാലിക്കുന്നു NSS ജനറൽ സെക്രട്ടറി. പക്ഷേ ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്തുണ നൽകുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നു. അതെല്ലാം തന്നെ വലിയ തോതിൽ ഈ സമുദായ അംഗങ്ങൾക്കിടയിൽ പ്രതിഷേധമുണ്ടാക്കുന്നു എന്നാണ് ഈ പ്രതിഷേധക്കാർ മുന്നോട്ട് വെക്കുന്ന കാര്യം. ഏതായാലും വരും ദിവസങ്ങളിലും സമാനമായ രീതിയിൽ തന്നെ പ്രതിഷേധം ഉണ്ടാകുമെന്നാണ് ഒരു വിഭാഗം NSS സമുദായ അംഗങ്ങൾ സൂചിപ്പിക്കുന്നത്.